3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ബിരുദദാന സമ്മേളനത്തിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാഭ്യാസ വിദഗ്ധരും പണ്ഡിതന്മാരും ബിരുദ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ പഠന വകുപ്പുകളെ ഏകോപിപ്പിക്കുന്ന നോളജ് വേൾഡിന്റെ പ്രഖ്യാപനവും പീസ് ടവറിന്റെ സമർപ്പണവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.ടി. ജലീലും പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് നിർവഹിച്ചു. ഇസ്ലാമിനെതിരെ ഉയരുന്ന തെറ്റിദ്ധാരണകളെ അകറ്റുക എന്നതായിരിക്കണം ബിരുദം ഏറ്റുവാങ്ങിയവരുടെ പ്രധാന ദൗത്യമെന്ന് കെ.ടി. ജലീൽ പറഞ്ഞു. ഇസ്ലാമിന്റെ സർവലൗകിക മുഖം ഏറ്റവും അധികം അനാവരണം ചെയ്യപ്പെടേണ്ട ഒരു ചരിത്ര സന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങുന്നവരുടെ വലിയ ഉത്തരവാദിത്തം അതാണ് എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട അനിവാര്യ ഘട്ടത്തിലൂടെയാണ് സമൂഹം കടന്നുപോകുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും മതേതര ശക്തികളും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടം ലോകത്തും ഇന്ത്യയിലും വളർന്നു വരുന്നു എന്നാണ് ഈ ക്യാമ്പസ് ഉദ്ദേശിച്ചത് എന്നത്. തുർക്കിയിലെ യെലോവ യൂണിവേഴ്സിറ്റിയിലെ റെക്ടർ ഡോക്ടർ ബിലാൽ ഗോഖറാണ് ബിരുദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ എം.ഐ. അബ്ദുൽ അസീസ് ബിരുദ പ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സാമൂഹ്യ മതരംഗത്തെ നിരവധി പേർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. 179 പേരാണ് ബിരുദം ഏറ്റുവാങ്ങിയത്. മീഡിയ 1 മലപ്പുറം.